സിദ്ധാർത്ഥ്, ഓഹോ, നീ ആയിരുന്നോ ഇതിനു പിന്നിൽ? അതെ, ഞാൻ തന്നെ. അപ്പോൾ നീ രണ്ടും കൽപ്പിച്ചാണല്ലേ? സോറി മിസ്റ്റർ ധ്രുവ, വേദിക ഞാൻ ആഗ്രഹിച്ച പെണ്ണാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2 വർഷങ്ങൾക്ക് മുന്നേ ഇവളെ ലണ്ടനിൽ വെച്ച് കണ്ടപ്പോ തുടങ്ങിയതാ ഇവളോടുള്ള ഇഷ്ടം. ഇവൾക്ക് വേണ്ടിയിട്ടാ ത്രയംബകം ഗ്രൂപ്പ്സുമായിട്ടുള്ള കോണ്ടാക്ട് പോലും ഞാൻ ഉണ്ടാക്കിയെടുത്തേ. പക്ഷെ നീ അതെല്ലാം നശിപ്പിച്ചു. അബദ്ധവശാൽ നീ അവളെ കെട്ടി. അപ്പോഴും ഞാൻ കരുതിയത് ഇവൾ നിന്നെ ഉപേക്ഷിക്കുമെന്നാ. പക്ഷേ അവിടെയും ഇവൾ എന്നെ തോൽപ്പിച്ചു. പക്ഷേ അങ്ങനെ തോറ്റു കൊടുക്കാൻ ഈ സിദ്ധാർത്ഥ് മേനോൻ തയ്യാറല്ല. വേദിക, ഇവളെ എനിക്ക് വേണം. നാണം കെട്ടവനെ, തന്റെ മനസ്സിലിപ്പ് ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. ഈ മനുഷ്യന്റെ പേര് കൊത്തിയ താലി എന്നെന്റെ കഴുത്തിൽ വീണുവോ അന്ന് മുതൽ ഞാൻ ഈ മനുഷ്യന്റെയാ. അതിനി എന്റെ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? സ്റ്റീഫൻ, അടിച്ചൊതുക്കട ഇവന്മാരെ. ധ്രുവ സർ, ഇനി ഇവന്മാരെ ഞങ്ങൾ നോക്കിക്കോളാം. ആ, ഓക്കെ. നടക്കട അങ്ങോട്ട്. താങ്ക് യു അമൽ. അമലില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇവളെ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. കുഞ്ഞി, നീ ഓക്കെ അല്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അഞ്ജു, ഞാൻ ഓക്കെയാണ്. ഞങ്ങൾ ഒരുപാട് പേടിച്ചു പോയി കുഞ്ഞി. ഐ ലവ് യു ധ്രുവേട്ടാ. മുത്തശ്ശി, അന്നത്തെ സാഹചര്യത്തിൽ സംഭവിച്ചതാണെങ്കിലും എനിക്ക് ഇനി ഇവളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഞാൻ കെട്ടിയ താലിയ അവളുടെ കഴുത്തിൽ കിടക്കുന്നേ. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ച വിവാഹം ഒരിക്കൽ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ വിശ്വ, കേട്ടല്ലോ എന്റെ മകൻ പറഞ്ഞത്? നമ്മുടെ വേദവുമായിട്ടുള്ള കല്യാണത്തിന് ഇവൻ താല്പര്യമില്ലെന്ന്. വാട്ട്? എന്താ അമ്മാവൻ പറഞ്ഞേ? അതെ എന്റെ വേദുമോളെ, ധ്രുവയ്ക്ക് വേണ്ടി പറഞ്ഞു വെച്ച കൊച്ച് വേറെ ആരുമല്ല, അത് നീ തന്നെയാ. ധ്രുവമോൻക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് നമുക്കിതങ്ങ് വേണ്ടെന്ന് വെക്കാമല്ലേ? അയ്യോ മുത്തശ്ശ, ചതിക്കല്ലേ. അപ്പോൾ നമ്മൾ ഈ വിവാഹം ഉറപ്പിക്കുന്നു. എന്നാ എല്ലാരും വാ, ഭക്ഷണം കഴിക്കാം. എന്റെ അമ്മ ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ. അമ്മേ, ഞാൻ പറഞ്ഞില്ല അമ്മയോട്. ആദ്യം അതൊന്ന് ശരിയാകട്ടെ, എന്നിട്ട് അമ്മയോട് പറയാം. ശരി.
എന്നാ ഞാൻ നാളെ വിളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അമ്മയായിരുന്നു കിച്ചു ഫോണിൽ തർക്കിക്കുന്നത് കേട്ടു. അതെടോ ചെറിയൊരു പ്രശ്നം. എന്തു പറ്റി? അതെടോ ചെറിയൊരു പ്രപ്പോസൽ അമ്മയുടെ ഫ്രണ്ടിന്റെ മകളുമായി കുറെ കാലം മുന്നേ പറയാൻ തുടങ്ങിയതാ. ഞാൻ ഒഴിഞ്ഞു മാറി നടക്കുമായിരുന്നു. ഇപ്പോൾ ധ്രുവയുടെ കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് അമ്മ വിടാതെ പിടിച്ചിരിക്കുക. അതെന്താ താൻ ആ പ്രപ്പോസൽ സ്വീകരിക്കാത്തെ? തനിക്ക് വേറെ ആരോടെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇത്രയും കാലം അങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് ആരോട് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്കൊരു കൊച്ചിനെ ഇഷ്ടമുണ്ട്. എന്നാ താൻ തന്റെ അമ്മയോട് ഈ കാര്യം പറ. തന്റെ അമ്മയ്ക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയില്ലേ? പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട് പൊന്നു. ഈ കാര്യം ആ കൊച്ചറിഞ്ഞിട്ടില്ല. അയ്യോ, അപ്പോൾ ഇത് വൺ സൈഡ് ലവ് ആയിരുന്നോ? താനെന്താ ആ കുട്ടിയോട് ഇതുവരെ പറയാതിരുന്നേ? അതിനൊത്ത സാഹചര്യം ഇതുവരെ വന്നില്ല. എടോ, സാഹചര്യമൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ലേ. താൻ അത് ഉടനെ ആ കുട്ടിയെ അറിയിക്കാൻ നോക്ക്. ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ അറിയിക്കാമല്ലേ? താൻ ധൈര്യമായിട്ട് ചെന്ന് പറ. തന്നെ അവൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഐ ലവ് യു പൊന്നു. എന്താ? എനിക്ക് ഇഷ്ടമുള്ള ആ പെൺകുട്ടി അത് നീയാ പൊന്നു. പൊന്നു, ജീവിതത്തിൽ ഇന്നേ വരെ ആരോടും തോന്നാത്തൊരു ഇഷ്ടമാ എനിക്ക് നിന്നോട് തോന്നിയേ. ഐ ലവ് യു പൊന്നു. ഐ റിയലി ലവ് യു. നീ പറഞ്ഞ പോലെ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്കും എന്നെ ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ? ഹായ് വേദിക. ഹായ് പ്രവീൺ, നീയോ? പ്രവീൺ, നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? അറിയിച്ചിട്ടൊക്കെ വരാൻ തന്റെ നമ്പർ എന്റെ കയ്യിലില്ലല്ലോ. അത് ശരിയാ, ഞാനന്ന് നമ്പർ തരാൻ വിട്ടുപോയി. കുഞ്ഞി, നിങ്ങൾ സംസാരിക്കേ, ഞങ്ങൾ അപ്പുറത്തുണ്ടാവും. ശരി അഞ്ജു. പിന്നെ പറ പ്രവീൺ, എന്തൊക്കെയുണ്ട് തന്റെ വിശേഷം? ആ, സുഖമായിട്ട് പോകുന്നിടോ. വേദിക, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ, ചോദിക്കു പ്രവീൺ. എടോ, അത് പിന്നെ എന്താ പ്രവീൺ, ചോദിക്ക്. വേദിക വേറെ ഒന്നുമല്ല. തനിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തനിക്ക് സമ്മതമാണെങ്കിൽ മാത്രം. തന്റെ സമ്മതം പോലും ചോദിക്കാതെ ഞാൻ എങ്ങനെ പെണ്ണ് ചോദിക്കാൻ വരും? അതാ തന്റെ മറുപടി അറിഞ്ഞിട്ട് പെണ്ണ് ചോദിക്കാൻ വരാമെന്ന് കരുതിയത്. എടോ, താനൊന്നും പറഞ്ഞില്ല. പ്രവീൺ, അത് ഞാൻ പറഞ്ഞാൽ മതിയോ പ്രവീൺ? ഹായ് പ്രവീൺ, എപ്പോ വന്നു? ഹായ്, ഞാനിപ്പോ വന്നേ ഉള്ളൂ. അന്ന് ശരിക്കും പരിചയപ്പെടാൻ പറ്റിയില്ല. ഐ ആം ധ്രുവദർശ് വർമ്മ, വേദികയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ. പ്രവീൺ, താൻ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. താൻ നല്ലൊരു പയ്യനാടോ. അതുകൊണ്ടാണല്ലോ താൻ വേദയെ പെണ്ണ് ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവളുടെ സമ്മതം ചോദിച്ചത്. ഞാനൊരു പ്രാവശ്യം ഒരു സാഹചര്യത്തിന് പുറത്ത് വേദികയെ വിവാഹം കഴിച്ചതാ. ഇനി എല്ലാവരും കാണെ പൂർണ്ണ സമ്മതത്തോടെ വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു. ആഹാ, കൺഗ്രാറ്റുലേഷൻസ്. അയ്യോ ധ്രുവ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഇവൾ ലണ്ടനിൽ പോയതോടെ ഇവളുടെ ഒരു വിവരവും ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നീട് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴാ വീണ്ടും. സോറി ഗൈസ്, എന്ന് കരുതി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു കട്ടറും ആവുന്നില്ല. ഓൾ ദി ബെസ്റ്റ്. അതൊന്നും സാരമില്ല പ്രവീൺ. വിവാഹത്തിന് നീയും നിന്റെ ഫാമിലിയും തീർച്ചയായും വരണം. അതെ പ്രവീൺ, വിവാഹത്തിന് നീയും നിന്റെ ഫാമിലിയും തീർച്ചയായും വരണം. വിശാലിനോടും മീരയോടും ഞാൻ തന്നെ പറഞ്ഞോളാം. പിന്നെ തീർച്ചയായും വരാം.
ഉണ്ണിയേട്ടാ, എന്താണ് ഉണ്ണിയേട്ടാ ഇപ്പോ ഹാപ്പി ആയില്ലേ? അയ്യോ എന്റെ ഈശ്വര, ഞാൻ എന്തേ കാണുന്നേ? എന്റെ ഉണ്ണിയേട്ടൻ ചിരിക്കുകയോ? ഞാൻ ഇപ്പോൾ വളരെ ഹാപ്പിയാണ് അഞ്ജു. അതിന്റെ കാരണം കുഞ്ഞിയുടെ കല്യാണമല്ലേ? അതെ, അവളുടെ വിവാഹം തന്നെയാണ്. അതിലും വലിയ സന്തോഷം എന്താണെന്നറിയോ? അവളെ ധ്രുവയാണല്ലോ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നോർക്കുമ്പോഴാ അവളെ അവൻ പൊന്നുപോലെ നോക്കും. അതെ ഉണ്ണിയേട്ടാ, ഇവിടെ ഇപ്പോ എല്ലാവരും ഹാപ്പിയാ. അല്ല ഉണ്ണിയേട്ടാ, ഇനി എന്നാ നമ്മുടെ വിവാഹം? എന്തോന്ന് നമ്മുടെ വിവാഹമോ? ഓ വേണ്ട, ഞാനായിട്ട് ഉണ്ണിയേട്ടന്റെ മൂഡ് കളയുന്നില്ല. ഞാൻ പോട്ടെ. ആ ഉണ്ണിയേട്ടാ. അഞ്ജു, എന്താ ഉണ്ണിയേട്ടാ ഇത്? നമ്മൾക്ക് വിവാഹം കഴിക്കേണ്ട അഞ്ജു? ആ, ആ, അത് എന്താ അഞ്ജു, വേണമെന്നോ വേണ്ട എന്നോ? വേണ്ട എന്നായിരിക്കുമല്ലേ? വേണ്ടെങ്കിൽ വേണ്ട. അല്ല, വേണം. ആഹാ, അങ്ങനെ പറ. എന്നാ ഞാൻ ജയദേവ് അങ്കിളിനെ ഒന്ന് കാണട്ടെ. അങ്കിളിനോട് ഒരു കാര്യം പറയണം. അങ്കിളിന്റെ ഒരേ ഒരു മകളായ ഈ അഞ്ജലിയെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന്. ആ ശരിക്കും? ശരിക്കും. അതിനു മുന്നേ ഞാൻ എന്താണ് അളിയ ഇവിടെ? ഞങ്ങളൊന്നും കണ്ടിട്ടില്ലേ? അഞ്ജു, ഇപ്പോൾ എന്റെ അളിയനെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പൊന്നുപോലെ നോക്കിക്കോണേ. ഓ വേണ്ട, ആദ്യേട്ടനിപ്പോ നമ്മളോടൊന്നും ഒരു സ്നേഹവുമില്ല. അങ്ങനെ മാത്രം പറയരുത് സ്നേഹമില്ലെന്ന്. ഓഹോ, എന്നിട്ട് ഇതുവരെ എവിടെയായിരുന്നു? നീ കണ്ടില്ല അമ്മു, ഓരോ തിരക്ക്. എന്റെ പൊന്നാദ്യേട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്താണ് മോനെ, ഡോറൊക്കെ ലോക്ക് ചെയ്യുന്നു? അതെന്താ, എനിക്ക് ഡോർ ലോക്ക് ചെയ്തൂടെ? ഇപ്പൊ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതെന്താ, എനിക്ക് എന്റെ പെണ്ണിനെ കാണണമെന്ന് തോന്നിയാൽ എനിക്ക് കണ്ടൂടെ? അയ്യടാ. വേദ, അയ്യടാ മോനെ, മോന്റെ ഒരു ഉദ്ദേശവും നടക്കില്ല. പോയെ പോയെ. എന്താ വേദ ഇത്? പ്ലീസ്. വേണ്ട പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ. സദൂര കനകാഗധീര സർവലോകാധാര സമരൈക വീര
धरणिकुलसञ्जात त्यागराजनुत परमेशनुत गीत भवजलधिपोत धरणिकुलसञ्जात त्यागराजनुत सीता कल्याण वैभोगमे रामा कल्याण वैभोगमे सीता ഹായ് വേദിക. ആഹാ, ഇതാരാ? മീരയോ? എത്ര ആയിടാ നിന്നെയൊക്കെ കണ്ടിട്ട്. ഞാൻ കരുതിയത് നീ എന്റെ വിവാഹത്തിന് വരില്ല എന്നാ. അയ്യടാ, ഞാൻ വരാതിരിക്കോ? എന്തായാലും നിനക്കൊത്തൊരു ഭർത്താവിനെ കിട്ടിയില്ലേ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അല്ല, എവിടെ നിന്റെ കള്ള കാമുകൻ? ദേ അവിടെ നിൽപ്പുണ്ട്, വിശാൽ. ഹായ് വേദിക, എല്ലാം നന്നായിട്ട് നടന്നില്ലേ? ആ, എല്ലാം നന്നായിട്ട് നടന്നു. അല്ല, ഇനി എന്നാ നിങ്ങളുടെ വിവാഹം? ആ, ഈ അടുത്ത കാലത്ത് തന്നെ പ്രതീക്ഷിക്കാം. ഹായ് ഗായ്സ്. ഹായ് പ്രവീൺ. വേദ, ആരിത്? പ്രവീണോ? പ്രവീൺ എപ്പോ വന്നു? ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. എന്തായാലും രണ്ടുപേരെയും കാണാൻ നല്ല ഐശ്വര്യം തോന്നുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ലിയ. ഇത് മീര, ഇത് വിശാൽ അല്ലേ? ഓ, ഞങ്ങളെയൊക്കെ അറിയാമല്ലേ? പിന്നെ അറിയാതെ ദേ ഈ നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരി, അതായത് എന്റെ ഭാര്യ, എല്ലാരെയും പരിചയപ്പെടുത്തി തന്നു. ആഹാ, നൈസ്. ആഹാ, നിങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ടോ? എല്ലാരെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. എന്നാ എല്ലാരും വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്താണ് കിച്ചു, ഒരു മയത്തിലൊക്കെ നോക്കണ്ടേ? എന്താണ് പൊന്നു, നിന്നോട് കൂടിയാ പറയുന്നേ. ഞാനെന്ത് ചെയ്തു ഉണ്ണി? ഓ മതിയടി, ഞങ്ങൾക്ക് എല്ലാം അറിയാം. കിച്ചുവിന് നിന്നെയാണ് ഇഷ്ടമെന്നതും നിന്നെ കിച്ചു പ്രപ്പോസ് ചെയ്തതുമൊക്കെ. അത് നീ എങ്ങനെ അറിഞ്ഞു ഉണ്ണി? അത് ഈ കിച്ചു അന്നൊരു കുട്ടിയെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്കും ആദിക്കും അതാരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൂടി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാനും ആദിയും കൂടെ കിച്ചുവിനോട് ആരാണ് ആ കൊച്ച് എന്നറിയാൻ വേണ്ടി ഇവന്റെ റൂമിലോട്ട് പോയി. അപ്പോഴാ ഇവൻ നിന്റെ ഫോട്ടോയിലോട്ട് നോക്കിയിട്ട് പറയുന്നത് കേട്ട് ഞാനും ആദിയും ഷോക്കായത്. എന്താന്നല്ലേ എന്റെ പെണ്ണെ, എങ്ങനെയാ ഞാൻ നിന്റെ മുമ്പിൽ വന്ന് എന്റെ ഇഷ്ടം നിന്നോട് തുറന്നു പറയുക? ഞാൻ പറഞ്ഞാലും നിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ആദിയോടും ഉണ്ണിയോടും ഞാൻ എന്ത് പറയും? അങ്ങനെ ഞങ്ങൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ ബ്രദേഴ്സിന് ഒരു പ്രോബ്ലവും ഇല്ല, നീ ധൈര്യത്തിൽ പോയി പ്രപ്പോസ് ചെയ്യുന്നേ. ആ ഒരു ധൈര്യത്തിലാ ഞങ്ങളുടെ കിച്ചുവളിയൻ നിന്നെ പ്രപ്പോസ് ചെയ്തത്. ധ്രുവയ്ക്ക് ആദ്യം തന്നെ അറിയാവുന്നത് കൊണ്ട് കുഞ്ഞി അമ്മുവും അഞ്ചുവും അറിഞ്ഞു. എന്തായാലും നിന്റെ നല്ല മറുപടി കിട്ടിയല്ലോ. എന്താണ് ഭാര്യയും ഭർത്താവും ഒരു കള്ളച്ചിരിയൊക്കെ?
അപ്പൊ ധ്രുവ, നീ നിന്റെ വിലപ്പെട്ട വസ്തു പൂർണ്ണമായിട്ടും സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്താ വിലപ്പെട്ട വസ്തുവോ? ഓ, ഇവന്മാരിത് പറഞ്ഞു കൊടുക്കളി അങ്ങോട്ട്. ആ വിലപ്പെട്ട വസ്തു എന്താണെന്ന് കുഞ്ഞിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് നീ പറഞ്ഞു കൊടുക്കു ധ്രുവ. വിലപ്പെട്ട വസ്തു എന്താണെന്ന് എന്നല്ലേ പൊന്നു? എന്നാലും ഇഷ്ടം മനസ്സിൽ വെച്ച് കൊണ്ടു നടന്നില്ലല്ലോ. ഓ, ചോദിച്ചു വാങ്ങി. ധ്രുവയുടെ ഒരു വിലപ്പെട്ട വസ്തുവാണ് കുഞ്ഞി അവന്റെ ഭാര്യയായ നീ. ധ്രുവ, ഇങ്ങനെ ഇരിക്കാനാണോ പ്ലാൻ? ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? അയ്യേ, എന്താ ആദ്യേട്ടാ ഇത്? ഈ ആദ്യേട്ടന് ഒരു നാണവുമില്ലേ? ഞാൻ എന്തിനാ നാണിക്കുന്നേ? നാണിക്കാൻ എന്റെ ഫസ്റ്റ് നൈറ്റ് ഒന്നും അല്ലല്ലോ, നിങ്ങളുടേതല്ലേ. അത് ആദ്യം പറഞ്ഞത് കറക്റ്റാ. മാരേജ് കഴിഞ്ഞെന്ന് കരുതി ഫസ്റ്റ് നൈറ്റ് ഒന്നും ആഘോഷിക്കാൻ പറ്റിയില്ല. ഇതെങ്കിലും ഞാനൊന്ന് ആഘോഷിക്കട്ടെ. ഓഹോ, നിങ്ങൾക്ക് ആഘോഷിക്കണമല്ലേ? നിങ്ങളെ ഇന്ന് ഞാൻ ആ, ഇനി അവരായി അവരുടെ ലൈഫായി. പാവം എന്റെ ധ്രുവ ഇപ്പോ എന്തായി കാണുവോ എന്തോ. രണ്ടുപേരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.